ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരങ്ങളിൽ ഒന്ന് അത് ഫൈനലിസിമ പോരാട്ടമാണ്. അതായത് കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും തമ്മിലാണ് ഈയൊരു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക. മാർച്ച് 27-ാം തീയതി ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഈ മത്സരം നടക്കുക. ഇത് എന്നോ നടക്കേണ്ട ഒരു മത്സരമായിരുന്നു. വൈകി ഈയൊരു മാർച്ച് മാസത്തിലേക്കാണ് ഇപ്പോൾ അതിന് ഡേറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് സ്പെയിനിൻ്റെ പരിശീലകനായ ലൂയിസിനോട് ചോദിച്ചിരുന്നു. അതായത് വേൾഡ് കപ്പിന് തൊട്ടു മുന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഫൈനൽ മത്സരം നടക്കുന്നത്. ഈ ടൈമിംഗ് പണിയാവാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു സ്പെയിനിൻ്റെ പരിശീലകനായ ലൂയിസ് ഡി ലാ ഫുവൻ്റെയോട് ചോദിച്ചിരുന്നത്. എന്നാൽ ഇത് നല്ലൊരു പരീക്ഷണമാണ് എന്നാണ് സ്പെയിനിൻ്റെ പരിശീലകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്: വേൾഡ് കപ്പിന് തൊട്ട് മുന്നെയാണ് അർജന്റീനക്കെതിരെ ഈ ഒരു ഫൈനൽ കളിക്കേണ്ടി വരുന്നത്. ഈ ടൈമിങ് പണിയാകുമോ? ഇത് യോജിക്കാത്തതായി കൊണ്ട് തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് സ്പെയിൻ പരിശീലകൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. കാരണം വേൾഡ് കപ്പിന് മുന്നേ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പരീക്ഷണമാണ് അർജന്റീനക്കെതിരെയുള്ള ഈ ഫൈനൽ മത്സരം. കാരണം അസാധാരണമായ മെന്റാലിറ്റിയുള്ള ഒരു ടീമാണ് അർജന്റീന. കഴിഞ്ഞ തവണത്തെ ലോക ജേതാക്കൾ അവരാണ്. ഇവർക്കെതിരെ കളിക്കുന്നത് ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും. ഇതാണ് സ്പെയിനിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. ഇത് നല്ലൊരു പരീക്ഷണമാണ്. വേൾഡ് കപ്പിന് മുന്നേ ടീമിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് അറിയാനുള്ള നല്ല ഒരു ടെസ്റ്റാണ് ഇത് എന്നാണ് ഇപ്പോൾ സ്പെയിനിൻ്റെ പരിശീലകനായ ലൂയിസ് ഡി ലാ ഫുവൻ്റെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആരായിരിക്കും കിരീടം നേടുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. കഴിഞ്ഞ തവണത്തെ ഫൈനലിസിമ നേടിയത് അർജന്റീനയായിരുന്നു. ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് അർജന്റീന ആ ഒരു കിരീടം സ്വന്തമാക്കിയത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.